എല്ലാ ജില്ലകളിലും തങ്ങളുടെ കരുത്ത് ഉറപ്പിക്കാനുള്ള കളികൾ പ്രധാനപ്പെട്ട നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ശശി തരൂരിനെ പോലെയുള്ള ആൾ വളരെ വിദഗ്ധമായി ഈ രംഗത്തേക്ക് വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലമായി ശശി തരൂർ കോൺഗ്രസിൻ്റെ നേതൃനിരകൾക്ക് സ്വീകാര്യനല്ലെന്ന് അനഭിതനായിരിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും കേന്ദ്ര സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ മോദി സർക്കാരിൻ്റെ വിദേശകാര്യ നയങ്ങളെയൊക്കെ അംഗീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും കോൺഗ്രസ് രാഷ്ട്രീയത്തിന് പലപ്പോഴും പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ സമയത്താണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാകാനാണ് പൊതുജന സ്വീകാര്യത എന്നതിൽ തനിക്ക് ഒന്നാം സ്ഥാനമുണ്ട് എന്ന സർവേ റിപ്പോർട്ടുമായിട്ട് ശശി തരൂർ കൂടി ഈ അന്തരീക്ഷത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത്. ഈ ശശി തരൂരിൻ്റെ ഈ ഒരു വരവുണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് കാണുന്നത്? ശശി തരൂർ ഓൾറെഡി ഹൈക്കമാൻഡുമായിട്ടൊക്കെ ആ ലൈനിലൊക്കെ മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർത്ത് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിലേക്ക് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ നിന്നും ശശി തരൂർ കുറച്ചു കാലമായിട്ട് ഔട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആരും ഇലക്ഷൻ്റെ മൂർധന്യത്തിൽ വെച്ച് അദ്ദേഹം ഒരു വെടിപൊട്ടിക്കുന്നത് തന്നെ ആരും അങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷേ അതപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റി. കാരണം വെച്ചാൽ അദ്ദേഹം ഒരു താരപ്രചാരകനാണ് എന്നുള്ള വിവരങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ശശി തരൂർ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് അവർക്ക് അവിടെ തന്നെ അത് പൊളിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. എങ്കിൽ പോലും തരൂർ ആ ഇലക്ഷൻ സമയത്ത് മുന്നോട്ട് വെച്ചൊരു സാധനം എന്ന് പറഞ്ഞാൽ വാർത്തകൾ നിറഞ്ഞു നിൽക്കുക എന്നുള്ളൊരു പൊളിറ്റിക്സാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന തരൂർ ഇപ്പം ചെയ്യുന്നത് മുഖ്യമന്ത്രി ചർച്ചകൾ, കേരളത്തിൽ വരാൻ പോകുന്ന കോൺഗ്രസിൻ്റെയൊക്കെ അല്ലെങ്കിൽ UDFൻ്റെയൊക്കെ ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആര് എന്ന ചർച്ച കോൺഗ്രസിൻ്റെ അകത്തൊരടി നടക്കുമ്പോൾ ആ അടിക്ക് ഒന്നുകൂടിയും എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു പരിപാടി എന്ന രീതിയിൽ അദ്ദേഹം ഒരു വോട്ട് വൈബ് എന്നൊരു വെബ്സൈറ്റിൻ്റെ ഒരു റിപ്പോർട്ട് അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. ആ ഇതിൽ പറയുന്നത് 28.3% ആളുകൾ ശശി തരൂരിനെ മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ്. 27% ഒരു അനിശ്ചിതത്വമുണ്ട്. ബാക്കി പിന്നീട് വരുന്നത് 15% പറയുന്നത് VD സതീശൻ്റെ പേരാണ്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് മുന്നോട്ട് വെക്കുകയാണ്. അത് അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി പുറത്തുവിടുകയാണ്. ആ പുറത്തുവിടുന്ന സമയമാണ് വളരെ പ്രധാനം. ഇപ്പം കോൺഗ്രസിനകത്ത് നടക്കുന്ന ചർച്ചകളൊക്കെ നടക്കുന്നതിനുള്ള കൂടിയാണ് അദ്ദേഹം കേരളത്തിൽ ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള ഒരു നേതാവ് താനാണെന്നും പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ താനാണെന്നും മറുഭാഗത്ത് ഇടതുപക്ഷത്തിൻ്റെ ഇതിൽ വരികയാണെങ്കിൽ അവിടെ KK ശൈല ടീച്ചറാണ് സ്വീകാര്യ എന്ന രീതിയിലൊരു ചർച്ച അദ്ദേഹം തുടങ്ങി വെക്കുകയാണ്. അത് നേരത്തെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയൊരു അഭിമുഖത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹം കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ കോൺഗ്രസിൻ്റെ അകത്ത് നേതൃതലത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നും ഒരു മികച്ച നേതൃത്വമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ അണികൾക്കിടയിൽ പോലും ചർച്ചയാണെന്നും താൻ എല്ലാവർക്കും സ്വീകാര്യനാണ്, അതായത് മറ്റ് പാർട്ടികളുടെ കൂടി വോട്ട് കിട്ടിയിട്ടാണ് താൻ ജയിക്കുന്നതെന്നും എല്ലാ പാർട്ടികൾക്കും സ്വീകാര്യനായ ആളാണ് താനെന്നും താൻ വികസനത്തിനൊപ്പം നിൽക്കുന്ന ഒരാളാണെന്നൊരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ ഈ കാലയളവിൽ അദ്ദേഹം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് LDF സർക്കാരിൻ്റെ വ്യവസായ നയങ്ങളെ വകുപ്പിനെയൊക്കെ അദ്ദേഹം പ്രകീർത്തിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതുന്നു. അദ്ദേഹം ഒരേ സമയം പിണറായി വിജയനെയും നരേന്ദ്രമോദിയും ഒരുപോലെ വികസന കാര്യത്തിൽ പിന്തുണയ്ക്കുന്നുണ്ട്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. കോൺഗ്രസ്സിൽ വിവരമുള്ള ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് AK ബാലനെ പോലുള്ള ആളുകൾ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഈ ഒരു തരത്തിൽ തരൂർ വലിയൊരു സ്വീകാര്യനായൊരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പിന്തുണ കിട്ടുന്നുണ്ട്. അദ്ദേഹം മറ്റ് ഒരു സോഷ്യൽ മീഡിയ, ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സോഷ്യൽ മീഡിയ ആയാലും ശരി, BJPയുടെ സോഷ്യൽ മീഡിയ, RSS സോഷ്യൽ മീഡിയ വിങ്ങുകളിലായാലും ശരി, ശശി തരൂർ എവിടെയും സൈബർ ലോകത്ത് അറ്റാക്ക് ചെയ്യപ്പെടുന്നില്ല. കോൺഗ്രസിൻ്റെ ഇതിൽ നിന്ന് പോലും കുറച്ചൊക്കെ അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ടാവാം. എങ്കിൽ പോലും ശശി തരൂർ താൻ ഒരു സർവോപരി സ്വീകാര്യനായ ആളാണെന്ന രീതിയിൽ അദ്ദേഹം ഒരു പ്രതിച്ഛായ അങ്ങനെ പതിയെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇത് ഒരു തരത്തിലും കോൺഗ്രസ് ഇത് വെച്ച് പൊറപ്പിക്കില്ല ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ വിശദീകരിക്കാനായി വിദേശത്തേക്ക് പോയ സർവകക്ഷി യോഗങ്ങളുടെയൊക്കെ നേതൃസ്ഥാനത്ത് ശശി തരൂരിനെയാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ടീം വിന്യസിച്ചത്. ഇനിയും ആ ടീമിനെ ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്നുകൂടിയും ആ സർവകക്ഷി ടീമിനെ പുനഃസംഘടിപ്പിച്ച് ശക്തമാക്കാനൊക്കെയാണ് കേന്ദ്ര സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ലീഡർഷിപ്പിലേക്ക് ശശി തരൂരിനെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഖാർഗെ ഉൾപ്പെടെയുള്ള ആളുകൾ
അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഒരിക്കലും ഒരു പോസിറ്റീവായിട്ട് കാണുന്നില്ല. കാരണം അതിലൊക്കെ കൃത്യമായ അതിർത്തിയുണ്ട്. ആ അതിർത്തി ഉള്ളതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ശശി തരൂരിന് അദ്ദേഹം പ്ലാൻ ചെയ്യുന്ന പോലെ കേരളത്തിൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ അദ്ദേഹം കാണുന്ന ചില ഈ സർവേ പുറത്തു വിടുന്നുണ്ടല്ലോ, ഈ സർവേ പുറത്തു വിടുന്നത് പോലും ഒരു ഇമേജ് ബിൽഡിങ്ങിൻ്റെ കാര്യമാണ്. കാരണം ശശി തരൂരിന് കൃത്യമായിട്ട് അറിയാം താൻ ഇത്രത്തോളം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് സർക്കാരിൻ്റെ നിലപാടുകളെ പ്രകീർത്തിക്കുന്നതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ തനിക്കൊരു സ്വീകാര്യത കിട്ടില്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. ഇപ്പോൾ പൊതുജനങ്ങളുടെ പിൻബലം തങ്ങൾക്കുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അടുത്ത തവണ ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തെ പരിഗണിക്കില്ല എന്ന് സാമാന്യ ബോധം ഉള്ള ആർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ തൻ്റെ കരുത്ത് ഒന്നുകൂടി കാണിച്ച് BJPക്ക് കൂടി അടുത്ത BJPക്ക് മുന്നിൽ നിർത്തി തനിക്ക് മുന്നോട്ട് വരാനാകും സാധ്യത. അടുത്തവണ UDFൻ്റെ ഭൂരിപക്ഷത്തിനൊക്കെ അപ്പുറത്തേക്ക് UDF തിരിച്ചു വരുന്നത് ഒന്നും അതിനേക്കാൾ അപ്പുറത്തേക്ക് സ്വയം ഒരു പുകഞ്ഞ ഉള്ളിയായി മാറുകയും അയാൾ പുറത്താക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന രീതിയിലാണ് ശശി തരൂരിൻ്റെ നീക്കങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ അങ്ങനെ പുറത്താക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിവേഷം വേറെയാണ് ഈ രീതിയിൽ. അല്ല, അതിൻ്റെ ഒരു അപകടം കോൺഗ്രസ് നേതൃനിരക്കില്ലേ? പുറത്താക്കപ്പെടണമെങ്കിൽ അതിൻ്റെ സാധ്യതകൾ വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു രക്തസാക്ഷി പരിവേഷത്തോടു കൂടി തരൂരിനെ പുറത്താക്കിയാൽ തരൂർ നേരെ എത്തുന്നത് BJP പാളയത്തിലേക്കായിരിക്കും എന്നുള്ളത് അദ്ദേഹത്തിന് അവിടെ വലിയ സ്വീകാര്യത കിട്ടുമെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അങ്ങനൊരു സാഹചര്യം എത്തില്ല എന്താ ഉറപ്പ്? അങ്ങനല്ല, അങ്ങനൊരു യാത്ര അവിടേക്കാണെങ്കിൽ പോലും ഒരു രക്തസാക്ഷി പരിവേഷം സ്വയം സൃഷ്ടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാനുള്ള സാഹചര്യം കോൺഗ്രസ് സൃഷ്ടിക്കുമോ? അതിനുള്ള സാധ്യതകൾ ആ സാധ്യതകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാവണം ശശി തരൂർ ഇത്തരത്തിലൊരു പ്രകോപനം വീണ്ടും വീണ്ടും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലൊരു മുഖ്യമന്ത്രി ചർച്ചകൾ പ്രത്യേകിച്ച് AICCൻ്റെ ഒരു വർക്കിംഗ് കമ്മിറ്റിയിലുള്ള ഒരാൾ സ്വയം ഞാനാണ് ഇവിടുത്തെ ഏറ്റവും സ്വീകാര്യൻ, അതായത് മറ്റു നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ തനിക്ക് പിറകിലാണെന്ന് സ്ഥാപിക്കുന്നത് എന്ത് രാഷ്ട്രീയ മര്യാദയാണെന്നുള്ള ചോദ്യം പാർട്ടിക്കുള്ളിൽ വരുമല്ലോ. അത്തരത്തിലൊരു പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ കേരളത്തിൽ ഇപ്പം എല്ലാവരും കൂട്ടായ രീതിയിൽ കോൺഗ്രസിൻ്റെയും UDFൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിച്ച് ഒരു പണിയെടുക്കുന്ന സമയത്ത് ശശി തരൂർ പറയുന്നത് ഞാനാണ് എല്ലാവരെക്കാളും യോഗ്യൻ എന്ന് പറഞ്ഞ് സ്വയം ഒരു സർവേ പുറത്തു വിട്ടുന്നതായിട്ട് മാധ്യമങ്ങൾ ഇപ്പം ആ വിവരങ്ങൾ പുറത്തു വിടുന്നത്. അപ്പോൾ അത് ഒരു പ്രകോപനമല്ലേ? പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷേ KC വേണുഗോപാൽ ഇതിൽ വളരെ വിദഗ്ധമായി തന്നെ നിൽക്കും. കാരണം ഇതിന് നേരത്തെ തന്നെ AICCയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണല്ലോ ശശി തരൂർ. അപ്പോൾ അദ്ദേഹം മോദിയെ ഈ വിധത്തിൽ അല്ലെങ്കിൽ മോദിയുടെ പ്രതിനിധി സംഘത്തിൻ്റെ നേതൃനിരയിലൊക്കെ എത്തുന്ന സമയത്ത് സ്വാഭാവികമായും AICC നേതൃത്വത്തിൻ്റെ ഒരു അംഗീകാരം വാങ്ങേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അദ്ദേഹം ഏകപക്ഷീയമായ നിലപാടെടുക്കുകയും സർവോപരി രാഷ്ട്രത്തിൻ്റെ കാര്യം പറയേണ്ടത് ഒരു പൗരൻ്റെ കടമയാണ് എന്ന നിലപാട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. അത് രാഷ്ട്രീയ ബോധമുള്ളവർക്ക് കയ്യടി കിട്ടാം, അതോടൊപ്പം തന്നെ BJP താല്പര്യമുള്ളവരുടെ പിൻബലം കിട്ടാം. ഇത്തരം ഒരു വിദഗ്ധമായ നീക്കമുണ്ട്. ഇത്തരം കളികൾ, ഒരുപാട് കളികൾ ശശി തരൂർ കളിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സ്വയം നേരത്തെ പറഞ്ഞ പോലെ സ്വയം പവഞ്ഞ കൊള്ളിയായി പുറത്തു പോക്കാൻ ഉള്ള നീക്കത്തിന് KC വേണുഗോപാലിനെ പോലുള്ള ആളുകൾ വിദഗ്ധമായി തടയിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ളൊരു പ്രകോപനമാണ് ഇപ്പോൾ വീണ്ടും ഇതിലൂടെ വെച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒറ്റയടിക്ക് ശശി തരൂരിനെ അങ്ങ് എടുത്ത് പുറത്താക്കി കളയാം എന്ന ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവാം. പക്ഷേ അങ്ങനെ എടുത്ത് കളഞ്ഞാൽ ഉണ്ടാവാവുന്ന ഭവിഷ്യത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് നേതൃത്വം ഒറ്റയടിക്ക് അങ്ങനെ ഇതിലേക്ക് മാറുമെന്ന് തോന്നുന്നില്ല. പുറത്താക്കിയിട്ടില്ലെങ്കിൽ പോലും എന്നെ വേണ്ട രീതിയിൽ പാർട്ടി അവിടത്തേക്ക് എത്തും, എന്നെ വേണ്ട രീതിയിൽ പാർട്ടി ഉപയോഗിക്കുന്നില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം 2 മാസം മുന്നേ നടത്തിയിട്ടുണ്ട്. അല്ല, ഒരു തരത്തിലും വേണ്ടെങ്കിൽ ഞാൻ മറ്റു എൻ്റെ എഴുത്തും വായനയും പ്രസംഗങ്ങളുമായിട്ട് നീങ്ങുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിൻ്റെ സംഘത്തിലേക്ക് എത്തിച്ചേരുന്നതും അവിടെ കൃത്യമായി അദ്ദേഹത്തിന് റോള് ലഭിക്കുന്നതും. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം മെട്രോമാനെ പോലുള്ള ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ചിത്രീകരിച്ച് ഒരു നാടാണ് കേരളം. BJP ആ രീതിയിൽ മുഖ്യമന്ത്രി ഓഫീസ് വരെ തുറന്ന് പ്രവർത്തിക്കുന്നു. ഇലക്ഷന് മുന്നേ തന്നെ അങ്ങനെ ഒരു നാടകമൊക്കെ നടന്ന ഒരു സ്ഥലത്ത് മെട്രോമാനെ അവതരിപ്പിച്ച BJPക്ക് എന്തുകൊണ്ടും അതിനേക്കാൾ ഒരു പൊളിറ്റിക്കലി ഒരു ഫിഗറായി നിൽക്കുന്ന ഒരു വേൾഡ് വൈഡ് ആയിട്ടൊരു പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് ശശി തരൂർ എന്നത് യാതൊരു സംശയമില്ല. രാജ്യത്തിൻ്റെ പല ചർച്ചകളിലും അദ്ദേഹം പല വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം നമ്മുടെ രാജ്യ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് നടത്തിയ ചർച്ചകൾ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ വൈറലാവുന്നു, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെ
നാളെ BJP കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നാടകീയമായി അവതരിപ്പിക്കാൻ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അതായത് നമ്മൾ പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ്. ശശി തരൂർ വന്നാൽ ഈ ചുവന്ന കമ്പളം വിരിച്ച് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ BJP നേതൃത്വം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ശശി തരൂർ തന്നെ അവിടേക്ക് എത്തണം. ഞങ്ങളുടെ സമ്മർദ്ദ ഫലമായി ഏതെല്ലാം പ്രകോപനങ്ങൾ സൃഷ്ടിച്ചാലും ഞങ്ങൾ പുറത്താക്കുന്നു, മറ്റു മാർഗമില്ല എന്ന രക്തസാക്ഷി പരിവേഷം സൃഷ്ടിച്ചുകൊണ്ടുള്ള പോക്കായിരിക്കില്ല. പകരം ശശി തരൂർ തന്നെ നേരിട്ട് കേന്ദ്രത്തിൻ്റെ മോദിയുടെ സവിധത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം സൃഷ്ടിക്കാനാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം വിദഗ്ധമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വമായാലും ഇവിടെ ചർച്ചകളിൽ ശശി തരൂരിനെ പൂർണ്ണമായി അവോയ്ഡ് ചെയ്യുകയാണ്. അങ്ങനെ ഒഴിവാക്കപ്പെടുമ്പോൾ ശശി തരൂർ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ആരും ക്ഷണിച്ചില്ല എന്ന് വിവാദം ഉണ്ടാക്കുന്നു. ഇന്ന് വന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അദ്ദേഹം സ്വയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വാർത്തകളിലേക്കും അല്ലെങ്കിൽ ഒരു തരത്തിലും കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു തരം ചർച്ചകളിലേക്ക് പോലും കേരള രാഷ്ട്രീയത്തിൽ പോലും ശശി തരൂർ യാതൊരു ചർച്ചയുമല്ല, ഒരു വിഷയമല്ലായി മാറുമ്പോൾ അദ്ദേഹം സ്വയം കഥാപാത്രമായിട്ട് കടന്നു വരുന്നൊരു കാഴ്ചയാണുള്ളത്. അത് മിക്കവാറും ഈ കടന്നുവരവിൻ്റെ പിറകിൽ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടിയുള്ള അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിലേക്ക് വേണ്ടുന്ന നാടകങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ ഇറക്കി വിവാദങ്ങൾ ഉണ്ടാക്കി അദ്ദേഹം സ്വയം പുകഞ്ഞ് പുറത്താക്കപ്പെടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ചിന് വേണ്ടിയോ അദ്ദേഹം കാത്തിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും.